ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കോടതിയിൽ ഹാജരാകും. അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചാൽ നേതാക്കൾ ജാമ്യത്തിന് ശ്രമിച്ചേക്കുമെന്നാണ് സൂചന. നേതാക്കൾക്ക് പിന്തുണ അറിയിച്ച കോൺഗ്രസ് എംപിമാരും മുതിർന്ന നേതാക്കളും ഇന്ന് പട്യാല ഹൗസ് കോടതിയിലെത്തും. നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ സ്വത്ത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരി പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണമാണ് പട്യാല ഹൗസ് കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസിൽ നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പട്യാല ഹൗസ് കോടതിയിലെത്തുന്നത്. ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഇരുവരുടെയും അപേക്ഷ ദില്ലി ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാതെ മുതിർന്ന നേതാക്കൾ കോടതിയിൽ ഹാജരാകാനും തീരുമാനിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ കോൺഗ്രസ് എംപിമാരോടും കോടതിയിലെത്താൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നും കോടതിയിൽ ഹാജരാകുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ജാമ്യത്തിന് ശ്രമിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ സോണിയാഗാന്ധി തയ്യാറായിരുന്നില്ല. റിപ്പോർട്ടർ